Hey guys, welcome back. It's me Gunapi. ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മൈൻക്രാഫ്റ്റിൻ്റെ പുതിയൊരു സീരീസ് ആയിട്ട് വന്നേക്കണേ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കണത് വീൽ കൺട്രോൾ മൈൻക്രാഫ്റ്റിൽ നമ്മളാണ്. അപ്പോൾ ഗൈസ് നമ്മളെ ഇന്ന് വീലാണ് കണ്ടുള്ളൂ. നമ്മൾ ഈ സീരീസ് മൊത്തം വീല് കൺട്രോൾ ചെയ്യും ഗൈസ്. നമ്മൾ എങ്ങനെ മൈൻക്രാഫ്റ്റ് കളിക്കണം, ഏതൊക്കെ ബിൽഡ് ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീല് കൺട്രോൾ ചെയ്യും ഗൈസ്. ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോട്ട് പോകാം. ഓക്കെ ഗൈസ്, നമ്മൾ സ്പോണായി വീണത് ഇവിടെയാണ് ഗൈസ്. ഇനി നമുക്ക് ഇവിടെ നിന്ന് തീരുമാനിക്കാം എന്ത് ആദ്യം തന്നെ ചെയ്യണമെന്ന്. ഓക്കെ ഗൈസ്, നമ്മൾ വീലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് സ്പിൻ ചെയ്ത് തുടങ്ങാം. ആദ്യം എന്ത് കിട്ടുമെന്ന് നോക്കട്ടെ നമുക്ക്. ഓക്കെ സ്പിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അവനാണ് എന്തെന്നാണ് ഗൈസ്. എല്ലാം ചെയ്യാൻ പറയരുത് നമ്മളോട്. ചെയ്യാൻ പറയുന്നത് നിക്ക്. ഭാഗ്യം ഗൈസ്, ബിൽഡ് എ ഹൗസ് ഇത്രയും കിട്ടിയോളൂ ഭാഗ്യത്തിന്. ഈ ചോയ്സ് നമുക്ക് ഹൈഡ് ചെയ്തേക്കാം. എന്നിട്ട് നമുക്ക് നേരെ മൈൻക്രാഫ്റ്റ് ഇപ്പോൾ ഇത് ബിൽഡ് ചെയ്യാം ഗൈസ്. ഗൈസ് നമുക്ക് തിരിച്ച് മൈൻക്രാഫ്റ്റിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ബിൽഡ് ചെയ്യാം, പക്ഷെ നമ്മൾ ഐഡിയ ഗൈസ് നമ്മൾ ഉമ്മയാണ് സ്പോണായത് ഗൈസ്. നമുക്കപ്പോൾ നമ്മുടെ വീടെണ്ണം തീരുമാനിച്ചേക്കണത് ബിൽഡ് എ ഹൗസ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ബിൽഡ് ചെയ്യാൻ പോകുന്നല്ലോ. ഒരു വില്ലേജ് കണ്ടുപിടിക്കണമെന്ന് ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം തന്നെ. എന്നാലും നമുക്കൊരു ഇത് കിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നമ്മൾ വീട് പണിയാനുള്ള റിസോഴ്സസും കാര്യങ്ങളും കളക്ട് ചെയ്യട്ടെ ഗൈസ്. ഗൈസ് പരിപാടി എല്ലാം കഴിഞ്ഞ ഗൈസ്. അപ്പോൾ നമ്മൾ റിസോഴ്സസും കാര്യങ്ങളും കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഈ പെട്ടിയിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. റിസോഴ്സസ് ഇങ്ങനെയാണ്. പിന്നെ ബിൽഡ് ചെയ്താൽ മാത്രം മതി. നൈറ്റ് ആവേണ്ട നോക്കി ഗൈസ്. ഇതുവരെ നമ്മൊരു ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ല, ടേബിൾ കാര്യം ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഗൈസ് നമുക്കൊരു സ്റ്റാക്കും 8 അയണും കാര്യമാണ് കിട്ടി ഗൈസ്. നമുക്ക് കേവിലൊക്കെ മൈൻ ചെയ്യാൻ പോയപ്പോൾ കിട്ടിയതാണ് ഗൈസ്. ഇത് ബിൽഡ് ചെയ്ത് വെക്കണം ഗൈസ്. അതിന് മുമ്പ് ഒരു ബെഡ് കണ്ടുപിടിക്കണമെന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ ബിൽഡ് ചെയ്ത് വെക്കണം, ഒരു വില്ലേജ് കണ്ടുപിടിച്ചിട്ട് അവിടെ ബിൽഡ് ചെയ്ത് വെക്കണമെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നും കൂടി സ്പിന്നിങ് ചെയ്യാൻ പോയി. വില്ലേജ് ഇട്ടാണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ അത് ചെയ്യും ഗൈസ്. ഓടിൻ്റെ അകത്ത് ഇറങ്ങി എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഗൈസ്. എന്നിട്ട് നമുക്ക് ആലോചിക്കാം സ്പിൻ ചെയ്യാൻ ഗൈസ്. ഒരെണ്ണം കൂടി ഗൈസ് നമ്മൾ ഒന്നുകൂടി സ്പിൻ ചെയ്ത് നോക്കിയാണ് ഇപ്പം എന്തൊന്ന് കിട്ടണമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ നമുക്ക് എളുപ്പമുള്ള തന്നെയായിട്ട്, കാരണം നമ്മൾ അയണും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിരുന്ന ഗൈസ്. ഇതെന്തായാലും ഹൈഡ് ചെയ്ത് വെച്ചേക്കാം. അത് നമുക്ക് ഗൈസ് അപ്പം നമുക്ക് എളുപ്പമുള്ള തന്നെയാണ് ഗൈസ് കിട്ടിയത്. പക്ഷെ ഇത് രാത്രിയല്ലേ. മാപ്പിൽ നോക്കിയാൽ ഗൈസ് രാവിലെ ആയിട്ട് കാണിക്കണം. എന്താണെന്തോ. എന്തായാലും നമുക്ക് രാവിലെ ആവട്ടെ ഗൈസ്. എന്തായാലും ഒരുപാട് പേര് എടുക്കും രാവിലെ ആവാൻ. എന്നിട്ട് നമുക്ക് വില്ലേജും കാര്യങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ എന്നാലും രാവിലെ ആവട്ടെ. രാവിലെ ആയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് എളുപ്പമുള്ള തന്നെ കിട്ടിയേക്കണേ ഗൈസ്. അതുകൊണ്ട് നമുക്ക് ഇത്തിരി ചിലപ്പോൾ പോകണം. പിന്നെ നമുക്ക് ഇന്ന് ഒരു വില്ലേജും തപ്പി പോകണം ഗൈസ്. നമുക്ക് അവിടെ ചെന്നിട്ടൊരു ബേസും കാര്യം സെറ്റ് ചെയ്യാം. അതായിരിക്കും നല്ലത് ഇത്തിരി കൂടി. ഇനി വില്ലേജ് കണ്ടിരിക്കണ പോലെ അതിന് ഒരുപാട് പേര് എടുക്കും ഗൈസ്. അപ്പം വില്ലേജിൽ എല്ലാം നല്ലതെല്ലാം കാണാൻ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഇതെന്താ വില്ലേജ് കണ്ടുപിടിക്കും, ഞാൻ ഒരുപാട് നേരം എടുക്കും ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ വില്ലേജും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇത്രയും റെക്കോർഡ് ചെയ്യാൻ പറ്റും ഗൈസ്. അപ്പോൾ ഈ വില്ലേജും കാര്യങ്ങളും കണ്ടുപിടിച്ചിട്ട് നമ്മൾ അധികം ദൂരമൊന്നും എടുത്തില്ല, പെട്ടെന്ന് തന്നെ എത്താൻ പറ്റി നമുക്ക്. ഓക്കെ പിന്നെ ഇവിടെ നമ്മൾ അവിടെ ആയിട്ട് പെയിൻസ് കണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. കാരണം അവിടെ നമുക്ക് ഒരു വീടും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ബ്രീഡറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം ബ്രീഡറിൻ്റെ ഇത് വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ സെറ്റ് ചെയ്യുള്ളൂ ഗൈസ്. അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റേ വീലെണ്ണം തീരുമാനിക്കും നമ്മൾ എന്ത് ചെയ്യണം. അതുകൊണ്ട് ബ്രീഡറിൻ്റെ ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. എങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ചിടാം. ഓക്കെ ഗൈസ് നമുക്ക് ഇവിടെയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബേസും കാര്യങ്ങളും സെറ്റ് ചെയ്യാം ഗൈസ്. കപ്പ് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് സെറ്റായിട്ട് എടുക്കട്ടെ ഗൈസ്. ഫസ്റ്റ് ഉറക്കമാണ് ഗൈസ് നമ്മുടെ മൈൻക്രാഫ്റ്റ് ഇവിടെ വന്നിട്ട്. ഓക്കെ എന്തായാലും ഒരു മറ്റേ ശവലും കാര്യങ്ങളും ഉണ്ടാക്കി പകുതി ഒന്ന് വെട്ടിയൊന്ന് ഇതാക്കി എടുത്തിട്ട് A few moments later. ഇതും കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ മൊത്തം ഒന്ന് കളക്ട് ചെയ്തെടുക്കട്ടെ ഗൈസ്. നമ്മൾ ഈ ഫാം മൊത്തം ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങാം ഗൈസ്. ഇത് നമ്മുടേതായിട്ട് ഒരു രീതിയിലാണ് ഗൈസ് നമ്മൾ ബിൽഡ് ചെയ്യാൻ. അതായത് നമ്മൾ യൂട്യൂബ് വീഡിയോസ് ഒന്നും കണ്ടിട്ടല്ല. അപ്പം എങ്ങനെ ഇരിക്കും എന്ന് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്ത് തുടങ്ങാം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മൾ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറാണ് ഗൈസ് ചെയ്യാൻ പോകുന്നത്.
1 hour later. ഓക്കെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറും പിന്നെ ഇത് തൂണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്താൽ ഇവിടെ ഇരിക്കേണ്ട ഒരു ഡോറും കാര്യങ്ങളൊക്കെ വരാൻ പോകണം. ഇനി ഇതിൻ്റെ അകം മൊത്തം ഫില്ല് ചെയ്തെടുക്കട്ടെ. ഇത് നമ്മൾ കോൾ സ്റ്റോൺ വെച്ചാണ് ഈ ഫില്ല് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ ഇതൊക്കെയുള്ള റിസോഴ്സൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ഡിസ്പ്ലേ സീരീസ് പണിതേക്കണത്തെ ഒരു ചെറിയൊരു വീടാണ് ഈ പണിയാൻ പോകണം. വലുതായിട്ടൊന്നും അപ്പൊ ഞാനിത് മൊത്തം ബിൽഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ നമ്മ വീടും കാര്യങ്ങളൊക്കെ പണിത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ട പുറകെ കാണുന്നതാണ് നമ്മുടെ വീടും കാര്യങ്ങളും. ഇത് നമ്മ ഡിസ്പ്ലേ സീരീസിൽ ഉണ്ടാക്കിയ ഒരു വലിയ ഇത്തിരി കൂടി വലിയ ഇത് വീടാണ് ഐസ്. പിന്നെ അവിടെ വുഡും കൊണ്ട് ഉണ്ടാക്കി, ഇവിടെ സ്റ്റോൺ ഉണ്ടാക്കി, അതിൽ വ്യത്യാസം കൊണ്ടുപോയി. ഇതാണ് നമ്മുടെ ബെഡ്. ഇവിടെ ചെസ്റ്റ് ഒക്കെ അടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത്തിരി ഫർണസും കാര്യങ്ങളും പിന്നെ ക്രാഫ്റ്റിന്റെ മറ്റേ സ്റ്റോൺ കട്ടൊക്കെ വെച്ചിട്ടുണ്ട്. വലിയ ഇതൊന്നല്ല ഐസ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അടുത്ത മറ്റേ വീലെണ്ണം പറഞ്ഞ അടുത്തൊരു റൂളും കൂടി ഉണ്ട് ഐസ്. അടുത്തൊരു പരിപാടിയും കൂടി ഉണ്ട്. ഇതും കൂടിയും കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് ഐസ്. ഇത്രയും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല ഐസ്. നമ്മ അയണാർമർ ടൂൾസിലോട്ട് മാറിയിട്ടുണ്ട് ഐസ്. മറ്റേ റിസോഴ്സുകളൊക്കെ മൈൻ ചെയ്തിരുന്നു. അതും കൊണ്ട് നമ്മൾ അയണാർമർ ടൂൾസും കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ വീലെണ്ണം പറഞ്ഞ അടുത്ത ഗോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഐസ്. ഓക്കെ അപ്പൊ ഐസ് ഇന്ന് നമുക്ക് കിട്ടിയ ഗോളും കാര്യങ്ങളും ഇന്ന് വീടുണ്ടാക്കൽ പിന്നെ അയണാർമർ സെറ്റ് ചെയ്യാനാണ് ഐസ്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ നോക്കാം ഐസ്. പിന്നെ ഒരുപാട് നേരം ഐസ് ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ബാക്കിയോ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ സീരീസിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.